പൊളി സാധനം കേട്ടാ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഡാപ്പ ആപ്പ ഒരു സാധനമൊന്നുമല്ല. ഇതാ അതിന്റെ കവർ, പവർ ക്യാബിന്റെ കവറെല്ലാം അങ്ങനെ ഇരിപ്പുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ, നല്ല ഫ്രഷ് ലാപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഗൈസ്, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കൊണ്ടുവരണ്ടേ? ഇതാ നിങ്ങളുടെ മുന്നിൽ ഇന്നൊരു വെറൈറ്റി സാധനം ലാപ്ടോപ്പ് ആണ്. അതും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് തരാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ ഉറപ്പായിട്ടും പിടിയിട്ട് വരും. അങ്ങനെ ഒരു സാധനമാണ് എന്റെ കയ്യിരിക്കുന്നത്. ഗൈസ്, ഇത് യൂസ്ഡ് ലാപ്പാണ്, ഫ്രഷ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ല വില, ഇത് 40,000 രൂപ 47 രൂപ വില വരുന്ന ലാപ്പാണ്. അത് ഗൈസ് നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ വഴി ഒരാൾക്ക് തരുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്നെ വിളിക്കാവൂ, അല്ലെ? അപ്പൊ ഇങ്ങനെ ബോക്സ് ഇത്രയും ഭംഗിയും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഇതിന്റെ അകത്തുള്ള സാധനം എങ്ങനെയായിരിക്കും ഗൈസ്? ഒരു ഡൗട്ടില്ല, പക്ക സാധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്നെ കോൾ ചെയ്യാവൂ. ഇതിന്റെ അവസ്ഥകൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആവശ്യമുണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യും. നമുക്ക് കണ്ടുനോക്കാം എന്താണ് സംഭവം. എന്നും കുറെ സ്മാർട്ട് ഫോണും അതിന്റെ കംപ്ലൈന്റുകളും മാത്രമേ നമ്മളെ ചാനൽ പറയാനുള്ളൂ. ഇന്നൊരു വെറൈറ്റി ഇരിക്കട്ടെ, ലാപ്ടോപ്പിനെ കുറിച്ച് പറയാം. ലാപ്ടോപ്പിൽ എന്തൊക്കെയാണ് ഇത്? ബോക്സ് ഉണ്ടല്ലേ, പുതിയ ബോക്സ് പോലെ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ പുതിയല്ലേടാ, ഇത് യൂസ്ഡ് സാധനമാണ്. അപ്പൊ ഇതിന്റെ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഒന്ന് ഇളക്കി നോക്കണ്ടേ. പൊളി സാധനം കേട്ടാ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഡാപ്പ ആപ്പ ഒരു സാധനമൊന്നുമല്ല, പൊളി സാധനം തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ഒരാളിത് വാങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സാധനമാണ്. കണ്ട ഇത് ഉപയോഗിച്ച് വലിയൊരു കുളമൊന്നും ആക്കിയിട്ടില്ല. ഇതാ അതിന്റെ കവർ, പവർ ക്യാബിന്റെ കവറെല്ലാം അങ്ങനെ ഇരിപ്പുണ്ട്. പുതിയ സാധനം പോലെ ഇരിക്കും, പക്ഷെ പുതിയതല്ല കേട്ടാ. നമുക്ക് ഇതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാം. ഇത് ഈ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിലേ ഇതിന്റെ ബോഡിയൊക്കെ ശരി പോലെ വലിയ വൃത്തിയോടൊന്നുമില്ല. നോക്കണ്ടില്ലേ, വലിയ ഒന്ന് IP അടിച്ച് തുറച്ച് വിട്ടുകൊടുത്താണല്ലോ. കുറച്ചും കൂടെ വിട്ടുകൊടുത്താ അത് സുന്ദരമാവും. ഞാൻ ഒന്നും ചെയ്തില്ല, അങ്ങനെ ഞാൻ നിങ്ങളെ ഒന്ന് വീഡിയോ ചെയ്ത് കാണിച്ചു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. എന്റെ ക്വാളിറ്റിയെ മാറും. പൊന്നു കണ്ടല്ലേ, പുതിയതായി സാധനം അത്രേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ പഴയത് ബോഡി ഡാമേജ് ഇതൊക്കെ പറയുന്നത്. ജസ്റ്റ് നീ അടിച്ചെടുക്കണ്ട, നേരത്തെ ഒരു കളറല്ലേ സാധനം, അത് ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ ബോഡി ഇപ്പം വേണ്ട, കുറച്ചുകൂടെ വൃത്തിയായി സാധനം. നമ്മൾ ഇത്രയും ചെയ്തപ്പോ തന്നെ ഫ്രണ്ട് ഏജ് അല്ലേ നല്ല വൃത്തിയായി. പിന്നെ ചെയ്യാവുള്ളത് അതിന്റെ ഉള്ളിലേക്ക് പോവാം. സംഭവം ഇതാ ലൈറ്റൊക്കെ അത്ര സാധനമാണ്. ഇത് ഗെയിമിംഗ് സാധനമാണ് കേട്ടോ. ഇതിൽ ഒരുപാട് സംഭവമൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് 8 GB റാം ഉണ്ട്. SSD, ഇത് SSD എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് സാധനമാണ് കേട്ടോ. പിന്നെ i7 ആണ് ഇതിന്റെ പ്രൊസീജർ വന്നിരിക്കുന്നത്. ഇന്റൽ കോർ i7, 8 GB റാം ഉണ്ട്. 64 ബിറ്റാണ് സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ വിൻഡോസ് 10. വേറെ ഡിഫക്റ്റുകൾ പറയുകയാണെങ്കിൽ ബോഡിയുള്ള ചെറിയ സ്ക്രാച്ച് കാര്യങ്ങള് അത് മാത്രമേ ഉള്ളൂ. ബോഡിയൊക്കെ ഒന്ന് മേക്ക് ചെയ്തെടുത്താൽ അതിലേക്ക് അഴുക്കൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുന്നതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാല് സംഭവം മുട്ടായി തിളങ്ങുന്ന പോലെ തിളങ്ങും. വേറെ പൊളിച്ച് പണിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് പൊളിച്ച കാര്യങ്ങൾ തന്നെ പറഞ്ഞില്ല. കുറച്ച് ഡിസ്പ്ലേയിലൊക്കെ അറിയാൻ പറ്റും, അകത്ത് ഡോട്ടുകളും കാര്യങ്ങളൊക്കെ കാണും. ഇത് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഡിസ്പ്ലേക്ക് അകത്തില്ല. പൊളിച്ചതായിട്ടൊന്നും കാണുന്നില്ല, ചെറിയ ഡോട്ടുകളോ അങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലൊന്നും ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണുമ്പോ ഒരു നല്ല ഫ്രഷ് ആയിട്ട് തന്നെ, നല്ല ഫ്രഷ് ലാപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കുറ്റം പറയട്ടൊന്നുമില്ല. ഡിസ്പ്ലേ ആകാം, ഓക്കെ, ഡിസ്പ്ലേ ആകാം. പിന്നെ ഡിസ്പ്ലേന്ന് പുറത്തുനിന്ന് ബോഡിയിലോട്ടൊക്കെ വരികയാണെങ്കിൽ ബോഡി നല്ല അത്യാവശ്യം നല്ല കണ്ടില്ലേ, സ്ക്രാച്ചിങ് ഉപയോഗത്തിന്റെ ആ ഒരു ഡിഫക്റ്റ് ഒക്കെ ഈ സൈഡിലൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോ? ഒരു വൃത്തിയായിട്ട് പോലെ അതൊക്കെ ഒരു പാനൽ വാങ്ങിച്ച ഒരു ഡബിൾ ക്രിസ്റ്റൽ പാനൽ വാങ്ങിച്ചതിന്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആവും. പിന്നെ കീബോർഡ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണേ. സ്പീക്കർ, കീബോർഡ് കാര്യങ്ങൾ, JBL സൗണ്ട് ആണോ ബാറാണോ വരുന്നത്, അവിടെ ഏറ്റുണ്ട് JBL സൗണ്ട് ബാർ. പിന്നെ ഇതില് പിന്നെ കീബോർഡൊക്കെ ചിലർ നമ്മൾ എടുത്ത് പറയും കുറഞ്ഞ റേറ്റിൽ കിട്ടുമ്പോൾ കീബോർഡൊന്നും വർക്ക് ആവത്തില്ല. ഇതിൽ അങ്ങനെയൊന്നുമില്ല, കീബോർഡൊക്കെ പക്ക വർക്കിംഗ് ആണ്. നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ട് കണ്ടാൽ മതി, വേറെ വലുതായിട്ടൊന്നും ഇല്ല. അതൊക്കെ ഓഫറാണ്. നമ്മളെ ചാനൽ കിട്ടുന്ന ഒരു കൊണ്ടുപോലായിട്ടേ നമ്മൾ ഇതൊക്കെ കാണുള്ളൂ. പിന്നെ നിങ്ങൾ എങ്ങനെ കാണുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതിൽ എടുത്ത് പറയാനായിട്ടുള്ളത്
പിന്നെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഒരു ചെറിയൊരു കംപ്ലൈന്റ് എടുത്ത് പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാല് ഇത് റൈറ്റ് കീ ഞാൻ പിടിച്ചിട്ട് കാണിച്ചത്. നമുക്ക് ഇതിലെടുത്തിട്ട് റൈറ്റ് കീ എടുക്കുമ്പോഴത്തേക്കും വർക്ക് ആവത്തില്ല, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, ഇത്ര മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാല് റൈറ്റ് കീ പ്രസസ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. കസ്റ്റമറുണ്ടേ. അപ്പൊ ഗൈസ് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിൽ വേറെ ഒരു കംപ്ലൈന്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ വേറെ ഒന്നുമില്ല. എനിക്ക് ഇതിൽ കൂടുതലായിട്ട് കംപ്ലൈന്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു റൈറ്റ് കീയുടെ ഈ ഒരു പ്രശ്നം മാത്രമാണ്. നമ്മൾ സംഭവം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ വർക്ക് ആവത്തില്ല, ജസ്റ്റ് ഒന്ന് ഇരുത്തി പ്രസ് ചെയ്യണം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താലേ അത് വർക്ക് ആവത്തുള്ളൂ. കണ്ടില്ലേ, ഇത് വർക്ക് ആവത്തുള്ളൂ. പിന്നെ ഇതിൽ കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് പറഞ്ഞ ബോഡി സ്ക്രാച്ച്, ഈ കാണുന്ന സ്ക്രാച്ച്, ഇതാ ഇവിടെ ഒരു കുറച്ച് സ്ക്രാച്ച് ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിച്ച് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. 1000 രൂപയ്ക്ക് ഗൈസ് നല്ലൊരു ഓഫറാണ്. എത്രയും പെട്ടെന്ന് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ അവസ്ഥകളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം കോൺടാക്ട് ചെയ്ത് വിളിക്കുന്നവർക്ക് ഞാൻ ഇത് 10,000 രൂപയ്ക്ക് അങ്ങ് കൊടുക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്. ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട് കേട്ടാ, പറഞ്ഞപ്പോഴാണ് കത്തിയത്. ഇത് ഞാനിപ്പോ ഇങ്ങനെ അടച്ചല്ലോ, ഇങ്ങനെ അടഞ്ഞു വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കണം ഇവിടെ, അല്ലെങ്കിൽ ദമ്മൊന്നും അടിക്കും. അത് പൊളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത്? ഇത്രേ വരുള്ളൂ, ബാക്കി അങ്ങ് പോയി. കണ്ടില്ലേ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു വെച്ച് അടയ്ക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിനെ കൂടുതൽ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലാപ്ടോപ്പ് അല്ല, അതിൽ കൂടിയ വലിയൊരു സാധനം വേണ്ടി ഞാൻ വീണ്ടും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ബൈ.